ഒരുങ്ങിക്കെട്ടി എവിടെ പോകാമെന്നറിയോ? സ്റ്റുഡിയോ വരെ ഒന്ന് പോയതാട്ടോ. എൻ്റെ സംസാരത്തിൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളതെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. ശരിക്കും ഉണ്ടോ? ഞാൻ ശരിക്കും നാച്ചുറലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇനിയും മെച്ചപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ കുറേ ഡ്രസ്സൊക്കെ നോക്കി. എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഡ്രസ്സ് ഇഷ്ടപ്പെടാൻ. അതിലും പാടാണ് ആ ഡ്രസ്സ് എനിക്ക് ചേരുന്നെന്ന് ഒരാൾ പറഞ്ഞ അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ ഞാൻ ആ സാധനം വാങ്ങിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് അഭിപ്രായം പറയാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഷോപ്പിങ്ങിന് വന്നത്. അതുകൊണ്ട് അവിടെ ഉള്ളതെല്ലാം എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സ് ഭ്രാന്തിയാണ് ഞാൻ. അതുകൊണ്ടുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നോരോന്ന് വെച്ച് ഇട്ട് നോക്കി. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാൻറ്റ് ട്രൈ ചെയ്യുന്നത്. എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഇതെടുത്തില്ല. എനിക്കിത് ചേരുന്നില്ലെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിപ്രായം ഭയങ്കര മുഖ്യമാണ്. പിന്നെ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടെ, ഉള്ളതെല്ലാം ട്രൈ ചെയ്ത്. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് മാത്രം മേടിച്ചാൽ ശരിയാകത്തില്ലല്ലോ. എൻ്റെ ഒരു കുഞ്ഞു സാധനമുണ്ട്, അതിലും കൂടെ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ അതിനെ ഒത്തിരി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കുറേ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കുറേ ചെരുപ്പ് കണ്ടു. അതൊക്കെ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കി. ഒന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കടയിൽ പോയി, സ്റ്റൈൽ യൂണിയനിൽ. അവിടെയും ഞാൻ കുറേ ഡ്രസ്സുകൾ എടുത്തു. ഇങ്ങനെ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര സൂപ്പറായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ചേരുന്നില്ലായിരുന്നു. സാധനം നല്ലതായിരുന്നു. പിന്നെ എല്ലാം ഇട്ട് നോക്കി. പിന്നെ എനിക്ക് കുറേയും കൂടി ഇട്ട് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ആരെയും കൊണ്ടുവരാതിരുന്നത്. കാരണം ആരെങ്കിലും കൂടെ വന്നാൽ അവർക്ക് ഇത്ര ക്ഷമയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ബൈ.